നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ എക്സിനെ പോലെ തോന്നുക, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പോലെ തോന്നുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള വേറെ ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ തോന്നുക എന്ന് ക്ലയൻറ്റ് നിങ്ങളോട് പറയാം. ആക്ച്വലി അവർക്ക് നമ്മൾ ക്ലോസ് ആണ്, അവർ നമ്മളോട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട് എന്നുള്ളതൊരു നല്ല ഫാക്ടർ അല്ലേ. പക്ഷേ തെറപ്പിയിൽ ഇതൊരു നല്ല ഫാക്ടർ അല്ല. ഇത് തെറപ്പിയുടെ എഫക്റ്റീവ്നെസ്സിനെ ഹിൻഡർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഫാക്ടറാണ്. സോ ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഇതേ കാര്യം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ക്ലയൻസിനോടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ഈ രണ്ട് സിറ്റുവേഷൻസും പ്രാക്ടിക്കലി എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം എന്താണ് ട്രാൻസ്ഫറൻസ്? ചില സിറ്റുവേഷൻസിൽ ക്ലയൻസ് അവരുടെ ഉള്ളിലുള്ള ചില ആറ്റിറ്റ്യൂഡ്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ് ഇതിനെയൊക്കെ അൺകോൺഷ്യസ് ആയിട്ട് അവരുടെ തെറപ്പിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. മേ ബി അത് അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കെയർ ഗീവേഴ്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആവാം. അത് അവരവരുടെ തെറപ്പിസ്റ്റിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാനും തെറപ്പിസ്റ്റിനെ ആ ലെൻസിലൂടെ കാണാനും ചാൻസ് ഉണ്ട്. ബേസിക്കലി പണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ അവരിപ്പോൾ നമ്മളിലേക്കാണ് കാണുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഉണ്ടാവാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബേസിക്കലി ആ ഒരു പ്രൊഫഷണൽ ബൗണ്ടറി അവിടെ വയലേറ്റ് ആവുകയാണ്. ക്ലയൻസ് നമ്മളോടും നമ്മൾ ക്ലയൻസിനോടും സെറ്റ് ചെയ്യേണ്ട ഒരു ലെവൽ ഓഫ് ബൗണ്ടറി ഉണ്ട്. സോ അത് വയലേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ തെറപ്പിയുടെ എഫക്റ്റീവ്നെസ്സിനെ അത് നല്ല രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ട്രാൻസ്ഫറൻസ് ഏതൊക്കെ രീതിയിലാണ് ഒരു തെറപ്യൂട്ടിക് സെറ്റിങ്ങിൽ റിഫ്ലക്റ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും പല രീതിയിൽ അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സ് ആയിരിക്കും ക്ലയൻസ് നമ്മളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി കാണാറുള്ള ഒരു പാറ്റേൺ ആണ് ഐഡിയലൈസിങ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. അവർ നമ്മളെ കൂടുതലായിട്ട് ഐഡിയലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ഒരു സേവിയർ ആണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് അവരുടെ ഫീലിങ്സിനെ ആട്രിബ്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ബേസിക്കലി മിക്കപ്പോഴും ഇത് വരുന്നത് അവരുടെ ചൈൽഡ്ഹുഡിൽ അവർ എക്സ്പെക്ട് ചെയ്ത ആ ഒരു സേവിയർ ഫിഗർ, അല്ലെങ്കിൽ എന്നെ പല സിറ്റുവേഷനിലും സേഫ് ഗാർഡ് ചെയ്യേണ്ടിയിരുന്ന, എന്നെ സേവ് ചെയ്യേണ്ടിയിരുന്ന ഒരു പേരൻ്റൽ ഫിഗർ ആയിട്ട് അവർ നമ്മളെ പ്ലേസ് ചെയ്യാനും ആ ഒരു രീതിയിൽ നമ്മളെ കാണാനും ചാൻസ് ഉണ്ട്. ഇനി ഒരു ഫോം ഓഫ് ട്രാൻസ്ഫറൻസ് ആണ് ചില സിറ്റുവേഷൻസിൽ ക്ലയൻസ് നമ്മളെ ഒരു പേരൻ്റൽ ഫിഗർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആയിട്ടോ കാണാൻ ചാൻസ് ഉണ്ട്. ഈ സിറ്റുവേഷൻസിൽ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ഷൻസിന് വരെ അവർ നമ്മുടെ അപ്രൂവൽ സീക്ക് ചെയ്യും. ആൻഡ് അവർ തെറപ്യൂട്ടിക് സെറ്റിങ്ങിൽ ഭയങ്കര പാസീവായിട്ടും ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ രീതിയിലല്ല കൃത്യമായിട്ട് തെറപ്പി വർക്ക് ചെയ്യേണ്ടത്. ഒരു തെറപ്യൂട്ടിക് സെറ്റിങ്ങിൽ ആ ക്ലയൻറ്റിനും തെറപ്പിസ്റ്റിനും ഈക്വൽ അപ്പർ ഹാൻഡ് ആണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് നമ്മളെ ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആക്കി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. ആൻഡ് ഈ ഫോം ഓഫ് ട്രാൻസ്ഫറൻസ് ഉണ്ടാവുന്നത് അവരുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ അവർക്കൊരു കൺട്രോളിങ് ആയിട്ടുള്ള പേരൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ആ സിറ്റുവേഷനെ അവർ റീഎനാക്ട് ചെയ്യാൻ നോക്കുന്നതും നമ്മളെ അവരൊരു അതോറിറ്റേറ്റീവ് ഗൈഡായിട്ട് കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ചില സിറ്റുവേഷൻസിൽ ഈ ട്രാൻസ്ഫറൻസ് ക്ലയൻസ് കുറച്ച് ഹോസ്റ്റൈൽ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തെറപ്പീനെ പറ്റിയുള്ള ഡൗട്ട്സ് എക്സ്പ്രസ് ചെയ്യുക. ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല, നിങ്ങൾക്കൊന്നും അറിയാനും പാടില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും മാറില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും അവർ നമ്മുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുണ്ടാവുന്നത് എവിടുന്നാ? അവരുടെ പാസ്റ്റിൽ അവരെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു ഫിഗറിൻ്റെ ആക്ഷൻസ് കാരണമായിരിക്കും ഈ രീതിയിലുള്ള ട്രാൻസ്ഫറൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അവരെന്താ അവിടെ ചെയ്യുന്നത്? അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യുക. അന്ന് അയാൾ എന്നെ റിജക്റ്റ് ചെയ്തതുപോലെ ഇന്ന് എൻ്റെ ക്യാരക്ടർ കാരണം എൻ്റെ തെറപ്പിസ്റ്റും എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ് അവരവിടെ നടത്തുന്നത്. ആൻഡ് അനദർ ഫോം ഓഫ് ട്രാൻസ്ഫറൻസ് ഇസ് എറോട്ടിസൈസ്ഡ് ട്രാൻസ്ഫറൻസ്. അതായത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും സെക്ഷുവൽ ഡിസയേഴ്സ് ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ ക്ലയൻസ് തെറപ്പിസ്റ്റിനോട് ഫ്ലേർട്ട് ചെയ്യുക. ഇതൊരിക്കലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഒന്നുമല്ല. ഇതും പാസ്റ്റിൽ അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സ് കാരണം ഡെവലപ്പ് ആവുന്നതാണ്. ഈ സിറ്റുവേഷനിൽ കൃത്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫറൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. അതായത് തെറപ്പിസ്റ്റിൻ്റെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നമ്മൾ ക്ലയൻസിലേക്ക് അൺകോൺഷ്യസ് ആയിട്ട് ഏതെങ്കിലും ഫീലിങ്സ്, തോട്ട്സ് ഓർ ആറ്റിറ്റ്യൂഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ആക്ച്വലി ഇത് നമ്മുടെ അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സ്, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഒക്കെ കാരണമാണ് ഉണ്ടാവുന്നത്. പക്ഷേ കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ബ്ലൈൻഡഡ് ആവാനും നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വാല്യൂസ് ഇതിനെ കോൺഫ്ലിക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
ചിലപ്പോൾ നമ്മളെ ബേൺ ഔട്ടിലേക്ക് വരെ ലീഡ് ചെയ്യും. അതായത് അവരോട് നമ്മൾ ഓവർ ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഓവർ സിമ്പതൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്ത് ഫീലിങ്സും ആയിക്കോട്ടെ അത് വളരെ കൂടുതലായിട്ട് തോന്നിയാൽ അത് നമ്മുടെ പ്രാക്ടീസിനെ എഫക്റ്റ് ചെയ്യാനും തെറപ്പിയുടെ എഫക്റ്റീവ്നെസ്സിനെ ഒരുപാട് രീതിയിൽ ഹിൻഡർ ചെയ്യാനും ചാൻസസ് ഉണ്ട്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് പലപ്പോഴും തെറപ്പിയിൽ പല രീതികളിലും റിഫ്ലക്റ്റ് ആവാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് നമ്മൾ ക്ലയൻസിനോട് ഓവർ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇവരെ ഒന്ന് റെസ്ക്യൂ ചെയ്തെടുക്കണം എന്നുള്ള തോട്ട്സ് ഒക്കെ വരുന്നത്. ഇത് പണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഏതെങ്കിലും സിറ്റുവേഷൻസിൽ കൂടെ നമ്മുടെ ക്ലയൻസ് ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് എവിടെ നിന്ന് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായില്ല, സോ ഇന്ന് ഈ ക്ലയൻറ്റിനെ എനിക്ക് ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നീഡിൽ നിന്നാണ് ഈ ഫോം ഓഫ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഉണ്ടാവുന്നത്. അടുത്തൊരു ഫോം ഓഫ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആണ് നമ്മൾ പലപ്പോഴും ക്ലയൻസിനോട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവാനോ അല്ലെങ്കിൽ ആംഗ്രി ആവാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമുക്ക് ബോർ അടിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഇതെപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിൽ ക്ലയൻസ് അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ തന്നെ പാസ്റ്റിൽ എപ്പോഴെങ്കിലും നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിട്ടുണ്ടായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനെ ഇവോക്ക് ചെയ്യുമ്പോഴാണ്. ആൻഡ് അടുത്തൊരു ഫോം ഓഫ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആണ് സെക്ഷൽ കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ഈ സിറ്റുവേഷനിൽ തെറപ്പിസ്റ്റിന് ചിലപ്പോൾ ക്ലയൻറ്റിനോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോം ഓഫ് ഇൻറ്റിമസി ഫീൽ ചെയ്യാനോ ചാൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ആക്ട് ചെയ്താൽ അതൊരു ഹ്യൂജ് റെഡ് ഫ്ലാഗ് ആണ്, അതൊരു ഹ്യൂജ് എത്തിക്കൽ വയലേഷൻ ആണ്. സോ കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനദർ വൺ, നമുക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇൻഅഡിക്വേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ക്ലയൻറ്റിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനുള്ള നോളജും ഇവർക്ക് കൊടുക്കേണ്ട അത്രയും ടൂൾസും എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളൊരു ഫോം ഓഫ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ ക്ലയൻസ് അവരുടെ ഉള്ളിലുള്ള ഹോപ്പ്ലെസ്നെസ്സിനെ നമ്മുടെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഫോം ഓഫ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഉണ്ടാവുന്നത്. ട്രാൻസ്ഫറൻസിനെയും കൗണ്ടർ ട്രാൻസ്ഫറൻസിനെയും കൃത്യമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് ആണ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് ആണ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂള്. യൂഷ്വലി കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഡീൽ ചെയ്യാൻ സെൽഫ് അവെയർനെസ് ഭയങ്കര എഫക്റ്റീവ് ആവാറുണ്ട്. ഓരോ സെഷന് ശേഷവും നമ്മളായിട്ട് എന്തെങ്കിലും നോട്ടീസ് ചെയ്താൽ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഇതൊരു ഹെൽത്തി ഫീലിംഗ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാനും അതിനെപ്പറ്റി അവെയർ ആവാനും അത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനദർ വൺ ഇസ് സൂപ്പർവിഷൻ. ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും നോട്ടീസ് ചെയ്താൽ കൃത്യമായിട്ട് അത് അടുത്ത സൂപ്പർവിഷനിൽ നമ്മുടെ സൂപ്പർവൈസറിനോട് സംസാരിക്കേണ്ടതും അതിനെ ഡീൽ ചെയ്യാനുള്ള വേസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലയൻസിൻ്റെ ഒപ്പം തന്നെ നമ്മളും അത് പ്രോസസ്സ് ചെയ്ത് പോവുക. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ക്ലയൻസിന് ട്രാൻസ്ഫറൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലായാൽ അവരോട് തന്നെ അതൊന്ന് ചോദിക്കുക. ഈ രീതിയിലാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഈ രീതിയിലാണോ നിങ്ങൾ എന്നെപ്പറ്റി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് അവർക്ക് ആ സിറ്റുവേഷനിൽ ആ തോട്ട്സ് വരുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് ട്രാൻസ്ഫറൻസ് ഡീൽ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ബൗണ്ടറീസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഒരുപാട് റീസൺസ് കൊണ്ട് ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് നമ്മുടെ ഫീലിങ്സും ക്ലയൻറ്റിൻ്റെ ഫീലിങ്സും തെറപ്പീനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. സോ ഒരു തെറപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ ആ ഒരു ജേർണിയിലേക്ക് കടക്കാൻ പോകുന്ന എല്ലാവരും ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതും അതിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പഠിച്ചിരിക്കേണ്ടതും അവരുടെ ആ ഒരു ജേർണി ഈസി ആക്കാനും എഫക്റ്റീവ് ആക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസെപ്റ്റ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ.